അധികം കണക്ക് മരുന്നിനാന്ന് ഏറെ കഷ്ടപ്പാട്. പ്രകൃതിയുടെ വിരോധാഭാസത്തിന് മുന്നിൽ ഒന്നുമല്ലാതായിപ്പോയ ഒരുപാട് ജീവിതങ്ങളുണ്ട് കാസർഗോഡ് ഉപ്പള മുസോഡിയിൽ. കഷ്ടപ്പെട്ടധ്വാനിച്ച് പണിതുയർത്തിയ കൊച്ചു സ്വപ്നമായ വീടുകൾ കൺമുന്നിൽ നിന്ന് കടല് കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നവർ. ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായതയോടെ അവർ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. 600 മീറ്ററുകളോളം കടല് കൊണ്ടുപോയപ്പോൾ 13 വീട്ടുകാരുടെ സ്വപ്നങ്ങളാണ് ഒറ്റ നിമിഷം കൊണ്ട് ഒന്നുമല്ലാതായിപ്പോയത്. ഏറെ വേദനിപ്പിച്ച മറ്റൊരു ചിത്രമാണ് നബീസ എന്ന ഉമ്മ. 3 വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ടു. മക്കളൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ വീട് മാത്രം. ഒടുവിൽ അത് കഴിഞ്ഞ ദിവസം ഒരവശിഷ്ടവും ബാക്കി വെക്കാതെ പരിപൂർണമായും കടലെടുത്തു. ആ ഉമ്മയുടെ വാക്കുകൾ ഏറെ വേദനിപ്പിക്കുന്നതാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലെ ഉപ്പള മുസോഡിയിലാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് പബ്ലിക് കേരള നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വിഷമകരമായ ഒരു സാഹചര്യത്തിലാണ്. പറയാൻ വേണ്ടി പോകുന്നത്, ഭർത്താവ് മരണപ്പെട്ടിട്ട് 3 വർഷമാകുന്നു. മക്കളുമില്ല, തുണയ്ക്ക് ആരുമില്ല. ആകെ ഉണ്ടായിരുന്ന വീട് കടലെടുത്തു പോയിരിക്കുന്നു. വലിയ വിഷമമാണ് നബീസയ്ക്കുള്ളത്. നമ്മളോടൊപ്പം ആ സ്ത്രീ പങ്കുചേരുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന്. നമുക്കെന്ത് പറയാനില്ല. നമുക്ക് ഇരിക്കുവാൻ ഒരു സ്ഥലമാക്കിയിട്ട് ഒരു വീടും വെച്ചിട്ട് നിങ്ങൾ തന്നെങ്കിൽ. എത്ര വർഷമായി ഇവിടെ? ഞാനാ 15 കൊല്ലം കഴിഞ്ഞു വീട് കെട്ടിയിട്ട് 14 കൊല്ലമായി. ഇതിനു മുമ്പ് കടൽക്ഷോഭമൊക്കെ ഒന്നുമില്ല. 40 കൊല്ലമായി. 40 കൊല്ലത്തിൽ ഞമ്മ ഈ നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ഉള്ളത്. 40 കൊല്ലത്തിൽ ഒരു കാര്യം ഇന്നോളം ഇല്ല. ഇതേ കൊല്ലം 4 കൊല്ലമായി തുടക്കം തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇത് ഈ വീട് പോയി. 2 വീട് മുന്നേ പോയി, അപ്പുറം 2 വീട്. ഇത് 3ാമത്തത് എൻ്റെത് ഇപ്പോൾ പോയത്. എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ താമസിക്കുന്ന അനിയത്തിൻ്റെ വീട്ടിലാണ്. അനിയത്തി. അപ്പോൾ ഈ വീട് പരിപൂർണമായിട്ടും തകർന്നത് എപ്പോഴാണ്? 8ാം താരീഖിന്. 8ാം താരീഖ് പരിപൂർണമായിട്ട് 8ാം താരീഖിന് വന്നു. ഒന്നുമില്ല, നിലവിൽ ഒന്നുമില്ല. എന്താണ് നിങ്ങൾക്ക്? 4 തെങ്ങേണ്ടത് പോയി. അതിലേക്ക് എന്തെങ്കിലും പരിഹാരം നിങ്ങൾ ആക്കി എനിക്ക് തരണം. വീടിന് നിങ്ങളിൽ ഞാൻ പറയുന്നു, ഞാൻ അതല്ലേ പറഞ്ഞത്. ഒരു എനിക്ക് സ്ഥലം വെളിങ്ങനെ വേണ്ട, ഒരു ഇരിക്കാനുള്ളത് ആ ഒരു വീട് എനിക്ക് വെച്ചിട്ട് നിങ്ങൾ തന്നാൽ മതി. അത്രയും ഞാൻ പറയാനുള്ളത്. എനിക്ക് അല്ല തിന്നുന്നതും കുടിക്കുന്നതും അനിയത്തിമാരങ്ങ് തരും. എനിക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല. അധികം എനിക്ക് മരുന്നിനാന്ന് ഏറെ കഷ്ടപ്പാട്. മരുന്ന് എന്ത് രോഗമാണുള്ളത്? ദമ്മുകെട്ടിൽ 6 നിൽക്കുന്ന ഞാൻ ബുദ്ധിമുട്ടുണ്ട്. വീണ്ടിരിക്കാനുള്ള വേദന ഇപ്പം എനിക്ക്. അതുകൊണ്ട് നടക്കാനേ പറ്റുന്നില്ല. നല്ല കാര്യം. പ്രകൃതിയുടെ വിരോധാഭാസത്തിന് മുന്നിൽ നബീസ തളർന്നിരിക്കുകയാണ്. വലിയ ദുരിതമാണ് നബീസ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മയുടെ വേദനയോടൊപ്പം നമുക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കണം. അധികാരികൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം. ഇത്തരത്തിൽ വീട് തകർന്നവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ ഈ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം അധികൃതർ കാണണം. ആരുമില്ല ഈ ഉമ്മക്ക്. രോഗമുണ്ട്, കൂടെ ഒരുപാട് പ്രശ്നങ്ങളാണുള്ളത്. ഭക്ഷണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുജത്തിമാർ നൽകുന്നത് കൊണ്ട് ഈ ഒറ്റയാൻ ജീവിച്ചു പോകുന്നു. നമുക്ക് ഈ ഉമ്മയുടെ വേദനയോടൊപ്പം ചേരണം. ഈ ഉമ്മക്ക് ഒരു തണലായി നമ്മൾ മാറണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.